വാട്സപ്പിൽ കോളുകളും മെസ്സേജുകളും വരാനുള്ളത് കൊണ്ട് തന്നെ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും സദാസമയവും ഫോണിൽ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് വെക്കാറാണ് പതിവ്. എന്നാൽ ഇതൊരു ശരിയായ പ്രവണതയല്ല. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നിർബന്ധമായിട്ടും നമ്മൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിരിക്കണം. ഫോണിൽ മൊബൈൽ ഡാറ്റ സദാസമയവും ഓൺ ചെയ്യുന്നത് കൊണ്ട് നമുക്കും നമ്മുടെ മൊബൈൽ ഫോണിനും 5 ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്നും അതിനുള്ള പരിഹാരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ പ്രശ്നം അനാവശ്യമായ പോപ്പപ്പ് പരസ്യങ്ങളാണ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിരവധി ഗെയിമുകളും ആപ്ലിക്കേഷനും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. ഇത്തരം ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ സദാസമയവും പ്രവർത്തിക്കാനുള്ള പെർമിഷനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്പുകളും ഗെയിമുകളുമൊക്കെ അതിൻ്റെ സെർവറിൽ നിന്ന് മുൻകൂട്ടി പരസ്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതിനെ ആഡ് ക്യാച്ചിങ് എന്നാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ അനാവശ്യമായിട്ട് ഡാറ്റ തീർക്കുക മാത്രമല്ല, ഇത്തരം ആപ്ലിക്കേഷനിൽ അനാവശ്യമായിട്ട് പോപ്പപ്പ് പരസ്യങ്ങൾ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ നമ്മൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തു വെക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് തടയുകയും ഇത്തരം ആപ്ലിക്കേഷനുകളിൽ കാണിക്കുന്ന പരസ്യങ്ങളുടെ എണ്ണം നമുക്ക് കുറക്കാനും സാധിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം ബാറ്ററി ബാക്കപ്പ് ആണ്. നമുക്കറിയാം, നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൊബൈലിൻ്റെ ചാർജ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കിൽ തന്നെ മൊബൈൽ ഡാറ്റ കൈമാറാനാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി ചാർജ് വേണ്ടത്. അപ്പം നമ്മൾ സിഗ്നൽ കുറഞ്ഞെടുത്ത് നിന്നാണ് മൊബൈൽ ഡാറ്റയൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് ബാറ്ററി ചാർജ് ഇത് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡ്രെയിൻ ആയി പോകും. ആവശ്യത്തിന് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ സദാസമയവും ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം നെറ്റ്വർക്ക് കുറഞ്ഞെടുത്ത് നിന്നൊക്കെയാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ നെറ്റ്വർക്കിലൂടെ ഇത് ഡാറ്റ കൈമാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫോൺ പെട്ടെന്ന് ചൂടാവുകയും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിനായി പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് ആവശ്യമില്ലാത്തപ്പോൾ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുന്നത് തന്നെയാണ്. മൂന്നാമത്തത് ഏറ്റവും ഗൗരവമേറിയ പ്രശ്നമാണ്. അത് നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ ഫോണിലുള്ള പല ആപ്ലിക്കേഷനുകൾക്കും മൈക്രോഫോൺ, ഗാലറി, ക്യാമറ, ലൊക്കേഷൻ ഇങ്ങനെ പല പെർമിഷനുകളും നമ്മൾ നൽകാറുണ്ട്. ഇൻ്റർനെറ്റ് സദാസമയവും നമ്മുടെ ഫോണിൽ ലഭ്യമാണെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷനുകൾ സദാസമയവും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുകയും നമ്മുടെ താല്പര്യങ്ങൾ, സംഭാഷണങ്ങൾ, ഗാലറി വിവരങ്ങൾ ഇതൊക്കെ അതിൻ്റെ സെർവറുകളിലേക്ക് സദാസമയവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അനുയോജ്യമായ പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിലും അത് നമ്മുടെ പ്രൈവസിയെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ബ്രൗസ് ചെയ്യുന്നത്, നമ്മുടെ എന്താണ് ഫോണിലേക്ക് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഓരോ നിമിഷവും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. നാലാമത്തെ പ്രശ്നം ട്രാക്കിങ്ങുകളും സ്പൈവെയറുകളുമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ സദാസമയവും മൊബൈൽ ഡാറ്റ ഓണായി കിടക്കുകയാണെങ്കിൽ നമ്മളെ ട്രാക്ക് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ്. കാരണം ഫിഷിംഗ് ലിങ്കുകളിലൂടെയും സ്പൈവെയറുകളിലൂടെയും ഒക്കെ നമ്മുടെ ഡാറ്റ ചോർത്തുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. അപ്പം നമ്മുടെ ഫോണിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലോ നമ്മുടെ ഫോണിൽ നിന്ന് ഒരാൾക്കും ഒരു തരത്തിലും യാതൊരു ഡാറ്റയും ശേഖരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ഹാക്കർ വിചാരിച്ചാലും നമ്മുടെ ഫോണിൽ നിന്ന് ഒരു ഡാറ്റയും ശേഖരിക്കാൻ സാധിക്കില്ല. നമുക്ക് ഫോൺ കോൾ മാത്രമേ വരികയുള്ളൂ. ഇനി അഞ്ചാമത്തെ പ്രശ്നം ഫോണിൻ്റെ വേഗതയും പെർഫോമൻസുമാണ്. നമുക്കറിയാം, നമ്മുടെ ഫോണിൽ മൊബൈൽ ഡാറ്റ ഓണായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രൊസസ്സറിന് ഭാരം കൂടും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കാണിക്കാനും ആപ്ലിക്കേഷൻ മെച്ചപ്പെടുത്താനും ഒക്കെ സദാസമയവും ഡാറ്റ ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫോണിൻ്റെ പെർഫോമൻസ് കുറയും, ഫോൺ ചൂടാകും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ലോ ബഡ്ജറ്റ് ഫോണുകളുണ്ടല്ലോ, ചെറിയ റാമും ചെറിയ പ്രൊസസ്സറും ഒക്കെ വരുന്ന ഫോണുകൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് അത്ര സ്മൂത്ത് ആയിരിക്കില്ല. പക്ഷേ നേരെ മറിച്ച് വൈഫൈയിലാണ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. ഇതൊക്കെ ഈ പ്രശ്നം കൊണ്ടാണ്. മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ഓൾറെഡി ഫോണിൻ്റെ പ്രൊസസ്സറിന് ബാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യം വരുമ്പോൾ ഏറ്റവും നല്ലത് ആവശ്യമുള്ള സമയത്ത് മാത്രം മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരുടെയും പ്രശ്നം ജോലി സംബന്ധമായിട്ടും അല്ലാതെയുമൊക്കെ നമുക്ക് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പകൽ സമയത്ത് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിടുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. പക്ഷേ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്തെങ്കിലും മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ടിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ ഫോണിൻ്റെ ആരോഗ്യത്തിനും നിങ്ങളുടെ സ്വകാര്യതയ്ക്കും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്.
അപ്പോൾ പറ്റുമെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിടാം. അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്കിലും മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ പ്രയോജനമുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.